ഉള്ളൊരു ബോർഡൊക്കെ കയറി വരുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. ഇതൊരു ഹെവനാണ്. ഈ മരത്തിന് എന്താ പറയാ? ഇതാണ് ബോൺസായി. നമ്മുടെ നാട്ടിലെ ബോൺസായിന്റെ ഇല എങ്ങനെയല്ലോ. ഓ ഭയങ്കര വെയിലാണ്. ഇടയ്ക്ക് നല്ല വെയിൽ വരും, ഇടയ്ക്ക് തീരെ വെയിലില്ല. അതാ ബുദ്ധ ടെമ്പിൾ. പുക പോകണ്ട മരത്തിന്റെ മുകളിൽ നിന്ന്. ഈ മരങ്ങളാണ് ഇതിന്റെ മെയിൻ. നാൻ ലിയാൻ ടെമ്പിൾ നാച്ചുറൽ ഗാർഡൻ. ചെറിയ മരത്തിന് വരെ ഇവിടെ കുത്തു കൊടുത്തിട്ടുണ്ട്, താങ്ങ് കൊടുത്തിട്ടുണ്ട്. അത്രയും കാറ്റാണ് ഇവിടെ അടിക്കുന്നത്. കരിയേപ്പിൻ്റെ ഇല പോലെ ഒരു ചെടി ഉണ്ട് ഇവിടെ, പക്ഷെ കരിയേപ്പിൻ്റെ ഇല അല്ല തോന്നുന്നു. ഇവിടുത്തെ മണത്ത് നോക്കാൻ അവിടെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് ഇലകൾ പറിക്കരുത്, പക്ഷെ ഞാൻ പറിക്കും. അല്ല കരിയേപ്പിൻ്റെ ഇലയല്ല, പക്ഷെ കറുത്തത്. ഇവർ കറിയിൽ കരിയേപ്പിടുവോ? ഉണ്ടായിരിക്കില്ല അല്ലേ? ആണോ? വലിയ കരിയേപ്പിൻ്റെ ഇല മരം. ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു വെള്ളം നിറയ്ക്കാനുള്ള ഒരു സ്ഥലം കണ്ടു. ഫ്രീ ആയിട്ട് വെള്ളം വെച്ചിട്ട് സ്ഥലം കണ്ടു. ഒരു സ്ഥലത്തും ഒരു തുള്ളി വെള്ളം കിട്ടില്ല വാങ്ങല്ലാണ്ട്. പക്ഷെ ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കുപ്പിയെടുത്തില്ല. കാരണം ഓൾറെഡി ഞങ്ങളുടെ മനസ്സിലെന്താണ്, ഇവിടെ എവിടെയും വെള്ളം നിറയ്ക്കാൻ പറ്റില്ല എന്നല്ലേ. അപ്പം ഞങ്ങളുള്ള കുപ്പിയിലൊക്കെ പുതിയ വെള്ളം വാങ്ങിച്ച് നടത്തും. ഇവിടെ ഏറ്റവും കൂടുതൽ അമൂല്യമാണ് വെള്ളം. ഇല്ലേ? അതാ മറ്റേ ബ്ലീച്ചിങ് പൗഡർ ഷോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേക്ക്. ബ്ലീച്ചിങ് പൗഡറിന്റെ എന്തെങ്കിലും ടേസ്റ്റ് നോക്കിയേക്ക്. മെട്രോ സ്റ്റേഷൻ നമ്മൾ ചോദിച്ചിട്ട് ഒരു ഇല്ല എന്നല്ല പറഞ്ഞു. ഇവിടുത്തെ ഒന്നാമത്തെ ഒരു മെയിൻ പ്രശ്നമാണ് ഇവിടുത്തെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഭയങ്കര ഇവിടെ എല്ലാവരും ഓരുടെ ലാംഗ്വേജ് സംസാരിക്കും, അല്ലാത്തപ്പോൾ അവർക്ക് അറിയില്ല സംസാരിക്കാൻ. ഞങ്ങൾ സ്നിക്കേഴ്സ് എടുത്ത് കഴിച്ചു ഗൈസ്. ഈ പോലീസുകാർക്ക് അന്ന് ഞങ്ങളെ ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞിട്ടില്ല, നല്ല മാനേഴ്സിലാണ് പറഞ്ഞത്. Don't eat. Come here. Come here. ഇവിടെ ഒരാൾ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സോടെ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ട്രൈപോഡ് വാങ്ങിയത് തന്നെ ഈ ഫോട്ടോ അലർജിക് ആയിട്ടുള്ള ആളെ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതുവരെ ഫോട്ടോ എടുത്തിട്ടില്ല. ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇയാൾ മുൻതരാഞ്ഞിട്ടാണ്, ഞാൻ എടുക്കാഞ്ഞിട്ടല്ലോ. ഇവിടെ സെൽഫി സ്റ്റിക്ക് ഒന്നും അലൗഡ് അല്ല. സെൽഫി സ്റ്റിക്ക് അലൗഡാണ്, ട്രൈപോഡ് അലൗഡ് അല്ല. ഇവർ എന്തുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത്? പക്ഷെ പൈസ പോയി, വാങ്ങിയാൽ എൻ്റെ പൈസ പോയത്. പക്ഷെ ഒരു പറഞ്ഞ ആ ഒരു മര്യാദ ഉണ്ട്. അതായത് പൊളൈറ്റായിട്ട് വന്നാണ്ട് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കാണിച്ചു തന്നാണ്ട് ഇറ്റ്സ് നോട്ട് അലൗഡ് ഹിയർ, സോറി എന്നൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കര സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്തോ. പക്ഷേ അതിങ്ങനെ വെച്ചിട്ട് ട്രൈപോഡായിട്ട് യൂസ് ചെയ്തത്. നമുക്ക് തന്നെ അങ്ങനെ ആ ട്രൈപോഡ് ഇട്ടത് നിങ്ങളെടുത്തോ പറയാൻ തോന്നും. ഏതായാലും വെറുതെ കൊണ്ടുവന്നൂലേ അത്. മക്കാവൂല് പറ്റുമല്ലേ? ഇവിടെ അല്ല
ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഞാൻ വിചാരിച്ചു ഇതിലല്ലേ അപ്പൊ അമ്പലത്തിൽ ചില്ലറ കാറ്റൊന്നും അല്ല ഇവിടെ അടിക്കുന്നത്. ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫുഡൊന്നും അങ്ങനെ ഫുൾ ടൈം ഇരുന്ന് കഴിക്കാൻ ഫുഡിന് പൈസ കൂടുതലാണ്. പൈസ കൂടുതലല്ല എന്നല്ല, പക്ഷെ അത് ഫുൾ ടൈം ഇരുന്ന് കഴിക്കുന്ന സംഭവം അല്ലല്ലോ. 3 നേരം പോലെ അത്യാവശ്യമാവും. പക്ഷെ വെള്ളം, കാരണം ഇവിടെ നല്ല ഇത് ഓഗസ്റ്റ് ടൈമാണ്. ആ ടൈമിൽ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളത്തിന് ദാഹം ഉണ്ടാകുന്ന സമയമാണ്. ഞങ്ങൾ ഒരു ദിവസം ഒരു 4 ബോട്ടിൽ വാങ്ങില്ലേ. നമ്മൾ 4 ബോട്ടിൽ വാങ്ങും. ചോദിച്ചറിഞ്ഞപ്പോൾ മെട്രോ സ്റ്റേഷനുകളിൽ വെള്ളം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ മെട്രോ സ്റ്റേഷനുകളിലൊന്നും വെള്ളമല്ല. ഞങ്ങൾക്കിപ്പോൾ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് ഞങ്ങളുടെ. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഗാർഡനിലേക്ക് വരാമെന്ന് വിചാരിച്ചത്. ഡയമണ്ട് ഹിൽ സ്റ്റേഷനിൽ ഒരു ഗാർഡൻ ഉണ്ട്, ഫ്രീ എൻട്രിയാണ്. ഭയങ്കര രസമാണെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. നാൻലിയാൻ ടെമ്പിൾ ഗാർഡൻ ഒരു ടെമ്പിൾ ഉണ്ട്, ഫുള്ള് പച്ചപ്പ്, അങ്ങനത്തെ ഒരു നല്ല രസമല്ല, ഭയങ്കര എസ്തെറ്റിക്കായിട്ട് ഉണ്ടാക്കിയൊരു സ്ഥലമാണ്. ഫുഡൊന്നും അലൗഡല്ല. ഫുഡ് അലൗഡാണ്, അതിനായിട്ടുള്ളൊരു ഏരിയ തന്നെ വന്ന് കഴിക്കണം എന്നൊക്കെ ഉണ്ട്. ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഭയങ്കരമായിട്ട്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. കയറുക, എടുക്കുക, പോവുക. ഞങ്ങൾക്ക് മോങ്കോക്ക് നിന്ന് ഈ ഡയമണ്ട് ഹിൽ സ്റ്റേഷനിലേക്ക് ആകെ $5 ഹോങ്കോങ് ആയത്. അതായത് നമ്മുടെ നാട്ടിലൊരു 60 രൂപ ഒരാൾക്ക്. പക്ഷേ 5 അല്ലേ ഇത്. പക്ഷേ ഒരു വാട്ടർ ബോട്ടിലിന് ഞങ്ങൾ കൊടുക്കുന്നത് 18 18 രൂപ പറഞ്ഞാൽ ചെറിയ വാട്ടർ ബോട്ടിലിന് 18 കൊടുക്കുന്നത്. അപ്പോൾ 200ൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഇവിടെ വരിക, വെള്ളം നിറയ്ക്കുക, പോവാം. അതായത് പൈസ ഇല്ലാതെ ട്രിപ്പിന് വന്ന ആൾക്കാർക്ക്. എന്താ പറയാ, ഫോട്ടോത്തിന് വിളിച്ചിട്ടാണ്. ഫോട്ടോത്തിനല്ല, എന്താ പറഞ്ഞേ? ഇതാണ് അമ്പലം. ചെരുപ്പിട്ട് കയറാൻ പറ്റുമോ അറിയില്ല. അടുത്ത ഞങ്ങൾക്ക് ഇനി അതിനാവും. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഫുഡല്ല, 2 സ്നിക്കേഴ്സ്. അതിന് വിലക്കി. ട്രൈപോഡ് എടുത്തു, അതിന് വിലക്കി. ഇപ്പം ഞങ്ങൾ ചെരുപ്പിട്ട് കയറി. ഇനി അതാ കൊടുത്ത പ്രശ്നം. എന്താ ഇത് പഴയ പൂജ. ഇതൊക്കെ പഴയതാണോ? പഴയ കാലത്ത് എങ്ങനെ ഉണ്ടാക്കും? ഇതൊക്കെ വിൽക്കാൻ വെച്ചതാണ്. ഇതിന് ഒറിജിനൽ ചെടിയാണെന്നത്. ഡോണ്ട് ടച്ച് എന്ന് എഴുതി വെച്ച്. ഡോണ്ട് ടച്ച് എന്ന് എഴുതി വെച്ചില്ലല്ലോ.
പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ തൊടാൻ പാടില്ല. ഞാൻ തോറ്റത്. അതിക്രൂരമായ വെയിലാണ്. കണ്ണ് തുറക്കാൻ പറ്റാത്തത്രണ്ട്. ചെടിക്ക് വെള്ളം നനയ്ക്കുകയാണ് ഇവിടെ. രാവിലെ റൂമിൽ നിന്ന് ഉണ്ടാക്കിയ നൂഡിൽസും കഴിച്ചിറങ്ങിയതാണ് ഞങ്ങൾ. പക്ഷേ കാരണം മെട്രോ ഇറങ്ങിയ നേരെ ഓപ്പോസിറ്റ് തന്നെ ഈ ഗാർഡനാണ്. അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും ഉണ്ടായില്ല. നല്ല ഗാർഡനായിരുന്നു. നല്ല നമുക്ക് പോയ അങ്ങനെ ഞൊയ് 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 എന്ന് വർത്താനം പറയണ സംസ്കാരമില്ലാത്ത ആൾക്കാരില്ല. നല്ല ആൾക്കാരായിരുന്നില്ല. കാലിൻ്റെ അടിയിൽ കൂടെ പക്ഷെ പൊളഞ്ഞു വേദനിക്കുന്നുണ്ട്. ഹണിമൂൺ കപ്പിൾസാണ്. പിന്നെ വയറുണ്ടായി വെള്ളം ഇഷ്ടം പോലെ വെള്ളം.